ഫേസ്ബുക്കിന് ഗൾഫ് മലയാളികൾക്കിടയിലും വലിയ സ്വാധീനമുണ്ട്. സൗദി അറേബ്യയിൽ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള ഒരുപാട് പേർ ഒരു കൂട്ടായ്മയായി ഒത്തുചേർന്നു. ഈ ഒത്തുചേരലിന് പല പ്രത്യേകതകളുണ്ടായിരുന്നു. ഫേസ്ബുക്കിലുള്ള സൗഹൃദ വലയങ്ങളിലും ആശയവിനിമയങ്ങളിലും സജീവമായ പ്രവാസികളുടെ വ്യത്യസ്തമായ ഒരു ഒത്തുചേരൽ റിയാദിൽ നടന്നു. പതിവായി വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അടുത്തറിഞ്ഞ എന്നാൽ പരസ്പരം കണ്ടിട്ടില്ലാത്ത ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഒത്തുചേരുകയായിരുന്നു. ഇവർ മുഖാമുഖം കണ്ടപ്പോൾ വാചാലരായി. പരസ്പരം പരിചയപ്പെടലും പരിചയം പുതുക്കലുമായിരുന്നു ആദ്യം. വേദിയിലെത്തി സ്വന്തം പ്രൊഫൈൽ വെളിപ്പെടുത്തുമ്പോൾ ഫേസ്ബുക്ക് മാതൃകയിൽ സ്റ്റാറ്റസ് രേഖപ്പെടുത്താൻ സദസ്സിന്റെ ആവശ്യം. എയർ ഇന്ത്യ സമരവും പ്രണയവും പ്രവാസികളുടെ ഗൃഹാതുരതയുമെല്ലാം അങ്ങനെ സ്റ്റാറ്റസ് രേഖപ്പെടുത്താനുള്ള വിഷയങ്ങളായി. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സ്റ്റാറ്റസിന് സമ്മാനവും ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ റിയാദിലെത്തി കുടുങ്ങിപ്പോകുന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെയെല്ലാം ദുരിതങ്ങൾ ആക്ഷേപഹാസ്യമാക്കി സ്റ്റാറ്റസിൽ അവതരിപ്പിച്ച് ആ സമ്മാനം നസീം കലാഭവൻ നേടി. ദമാമിൽ നിന്നെത്തിയ അനസ് ഇസാഖായിരുന്നു അവതാരകൻ. നേരംപോക്കിനും ജീവിത സംഘർഷങ്ങളുടെ ലഘൂകരണത്തിനും ഫേസ്ബുക്ക് ഉപയോഗിച്ച് ശീലിച്ചവരായിരുന്നു ഒത്തുചേരലിലെ മിക്ക പങ്കാളികളും. സൈബർ ബന്ധങ്ങളും ഫേസ്ബുക്ക് ഒരു അഡിക്ഷനായതും പലപ്പോഴും അനഭിലഷണീയമായ പ്രവണതകൾ വളർത്തുന്നുവെന്നതും പലരും കുറ്റസമ്മതം പോലെ തുറന്നു പറയാൻ തയ്യാറായി. എന്നാൽ പരസ്പരം കാണുവാനും നേരിട്ട് ആശയവിനിമയം നടത്താനും കഴിഞ്ഞപ്പോൾ സാങ്കേതിക പുരോഗതിയെ മാനവിക പുരോഗതിക്കും പരസ്പര സ്നേഹം ഊട്ടി വളർത്താനും ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന ചിന്ത തന്നെയാണ് മുന്നിട്ട് നിന്നത്. ജീവിതത്തിന്റെ നന്മകളും സൗഹൃദത്തിന്റെ സാധ്യതകളും പങ്കുവെക്കാനും സോഷ്യൽ നെറ്റ്വർക്കുകൾ വേദിയാക്കാനുമുള്ള സന്ദേശമാണ് റിയാദിലെ ഫേസ്ബുക്ക് സംഗമം മുന്നോട്ട് വച്ചത്. ഫേസ്ബുക്കിലൂടെ സൗഹൃദം വളർത്തിയ പ്രതിഭകൾ ഒത്തുചേർന്ന് നിർമ്മിച്ച പ്രവാസി ഒരു സമസ്യ എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. റിയാദിലെ സാഹചര്യങ്ങളുടെ പരിമിതി മറികടന്നാണ് ഷമീർ കണിയാരുടെ നേതൃത്വത്തിൽ ഈ ഹ്രസ്വചിത്രം തയ്യാറാക്കിയത്. രാവിലെ മുഴുക്ക് തുടങ്ങിയതാ. പിന്നെയും മിസ് കോൾ. ബിജു കുരുവിള, നിസാം റിയാദ്, ഹാഷിം പെരുമ്പാവൂർ, KJ കോയ, അഷ്റഫ് മംഗലശ്ശേരി എന്നിവർ സാങ്കേതിക രംഗത്തും ലത്തീഫ് ഏരമംഗലം, നസ്മ ഫൈസൽ, നിസാം റിയാദ്, അനു അൻവർ എന്നിവർ അഭിനേതാക്കളായും ഷമീറിന് പിന്തുണ നൽകി. എടാ ജലീലിന്റെ ഫോൺ കൊടുക്കടാ. ഭരണം വീട്ടിലെത്തിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കറിയാമായിരുന്നു. ആഹാ, ഇക്കിപ്പോ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. വിളിക്കാതായപ്പോ ഞാൻ തിരിച്ചു വിളിച്ചതാ. എന്തൊക്കെയുണ്ട് സുലു വിശേഷം? എന്തൊക്കെ വിളിക്കാതിരുന്നേ? എന്റെ സുലു, ജോലി ഇപ്പോ വളരെ കൂടുതലാ. 2 ആഴ്ച പിടിക്കുമെന്ന് ഫ്രീ ആവാൻ. മോനിക്കാണെങ്കിൽ വയസ്സ് 4.5. നഴ്സറി ചേർക്കാനായിക്കണോനെ. സത്യം തുറന്നു പറയാമായിരുന്നില്ലടാ. എന്തിനാണ് ഞാൻ അവരെ വിഷമിപ്പിക്കണം? അവര് സന്തോഷിക്കട്ടെ. എനിക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം അവരറിഞ്ഞാൽ അവര് വിഷമിക്കും. ഇന്നെന്താടി നിന്റെ കെട്ടിയോ പറഞ്ഞു? ഞങ്ങളങ്ങനെ പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ പ്ലാൻസ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന ഫേസ്ബുക്ക് മലയാളിക്കൂട്ടത്തിൻ്റെ ഇനിയും ഒരുപാട് സംരംഭങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഇനി കൂടി വരുന്നുണ്ട്. റിയാദിലെ ഫേസ്ബുക്ക് മലയാളിക്കൂട്ടം സംഘടിപ്പിച്ച ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം എല്ലാ ആൾക്കാരും അത് നല്ല രീതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രവാസികളുടെ വിഷമങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും കൂടുതൽ ഫിലിമുകൾ ഇനിയും ഞങ്ങൾ ഇനി നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ഓർമ്മ തന്നതിന് ഇവരോട് എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ
അഭിമാനം തന്നെയുള്ളത്. കാരണം പ്രോത്സാഹനത്തിലൂടെയാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ. പ്രവാസി ഒരു സമസ്യ എന്ന ഈ ഹ്രസ്വചിത്രം ശരിക്കും നല്ലൊരു അനുഭവമാണ് നമ്മളുണ്ടാക്കിയത്. റിയാദിലെ പ്രവാസി സംഘടനകളും മാധ്യമ പ്രവർത്തകരും ഒന്നിച്ച് സംഘടിപ്പിച്ച ഈ ഫേസ്ബുക്ക് കൂട്ടായ്മക്ക് 1000 അഭിനന്ദനങ്ങൾ. പ്രവാസികൾ നേരിടുന്ന പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തെ പ്രമേയമാക്കിയാണ് പ്രവാസി ഒരു സമസ്യ ഒരുക്കിയത്. ഇത്തരം സംരംഭങ്ങളുമായി തുടർന്നും മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ലുലു അവതരിപ്പിക്കുന്നു ഗൾഫ്